Hi all. CS 208 Principles of Database Design 6th മൊഡ്യൂൾ. ആ മൊഡ്യൂളിൽ ട്രാൻസാക്ഷൻ എന്ന കൺസെപ്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ട്രാൻസാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എന്താണ് സിംഗിൾ യൂസർ ആൻഡ് മൾട്ടി യൂസർ സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റ് നോക്കാം. ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് യൂസേഴ്സ് ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ എത്ര യൂസേഴ്സ് എന്തായാലും ഒരു ഡാറ്റാബേസ് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടാവും. സോ കൺകറൻ്റ് ആയിട്ട് എത്ര യൂസേഴ്സ് ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു ഡാറ്റാബേസിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, സോ ഒരു DBMS സിംഗിൾ യൂസറാണ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഒരു യൂസർ മാത്രമേ അറ്റ് എ ടൈമിൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് കൺകറൻ്റ്ലി ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും. എന്താണ് കൺകറൻ്റ് എന്നറിയാം? സെയിം ടൈമിൽ തന്നെ ഒരു ഡാറ്റാബേസിനെ ആ ഡാറ്റാബേസിൻ്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺകറൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു സിംഗിൾ യൂസർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു യൂസർ മാത്രമേ ആ ഒരു ഡാറ്റാബേസ് അല്ലെ ആ ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യുള്ളൂ. മൾട്ടി യൂസർ എന്ന് പറഞ്ഞാൽ സെയിം ടൈം തന്നെ ഒന്നിൽ കൂടുതൽ യൂസേഴ്സ് ആ ഒരു ഡാറ്റാബേസിനെ കൺകറൻ്റ്ലി ആക്സസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ സിംഗിൾ യൂസർ DBMS എന്നൊക്കെ പറയുന്നത് സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ മാത്രമായിരിക്കും റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസും മൾട്ടി യൂസർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ദെൻ മൾട്ടി യൂസർ ക്യാൻ ആക്സസ് ഡാറ്റാബേസ് ആൻഡ് യൂസർ കമ്പ്യൂട്ടർ സിസ്റ്റംസ് സൈമിൾട്ടേനിയസ്ലി. സൈമിൾട്ടേനിയസ് ആയിട്ട് മൾട്ടി യൂസേഴ്സിന് ഡാറ്റാബേസും സിസ്റ്റത്തിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. എന്താണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് സെയിം ടൈമിൽ കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുക. ഈ ഒരു സെയിം കൺസെപ്റ്റാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ആ മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒറ്റൊരു CPU മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു CPUവിന് അറ്റ് എ ടൈം അറ്റ്മോസ്റ്റ് ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ മൾട്ടിപ്പിൾ പ്രോസസ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് CPU ആ ഒരു ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക? നമ്മൾ OSൽ അത് പഠിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എക്സിക്യൂട്ട് ചെയ്യും, അത് റെസ്യൂം ചെയ്യും, സസ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അടുത്തതിന് ടേൺ കൊടുക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും റെസ്യൂം ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇങ്ങനെയുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ ഇൻ്റർലീവ്ഡ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഒരു സിംഗിൾ CPU ആണ് ഒരു സിസ്റ്റത്തിനുള്ളത്, മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സിസ്റ്റമാണ് എങ്കിൽ അത് ആ ഒരു സിംഗിൾ CPU ഉള്ളൂ എങ്കിൽ അറ്റ്മോസ്റ്റ് വൺ പ്രോസസ്സ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻ്റർലീവ്ഡ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതായത് ഇതൊരു ഇൻ്റർലീവ്ഡ് ഓപ്പറേഷനാണ്. രണ്ട് പ്രോസസ്സുകളുണ്ട്. കുറച്ച് സമയം A എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം കുറച്ച് സമയം B എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ വീണ്ടും A റെസ്യൂം ചെയ്യുന്നു, B ടെമ്പററി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ദെൻ A കുറച്ച് സമയം എക്സിക്യൂട്ട് ചെയ്യുന്നു, ദെൻ B എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻ്റർലീവ്ഡ് എക്സിക്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ ഇൻ്റർലീവ്ഡ് ആയിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് വഴി നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ലോങ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ലോങ് ഡിലേ ഉണ്ടാവില്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ധാരാളം അഡ്വാൻറ്റേജ് ഇങ്ങനെ ഇൻ്റർലീവ്ഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് വഴി ഉണ്ട്. ഇനി നമ്മൾ ഒരു മൾട്ടിപ്പിൾ CPUs അല്ലെ മൾട്ടിപ്പിൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും ഹാർഡ്വെയർസും ഒക്കെയുള്ള സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പാരലൽ പ്രോസസ്സിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ CPUs ഉണ്ട്. ഒരു പ്രോസസ്സ് സെയിം ടൈം തന്നെ ഒരു CPU എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത പ്രോസസ്സ് അടുത്ത CPU എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് പാരലൽ പ്രോസസ്സിംഗ് ആണ്. ആക്ച്വലി നമ്മളിവിടെ പഠിക്കുന്ന കൺകറൻസി കൺട്രോൾ, ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള കൺകറൻസി കൺട്രോൾ എന്നുള്ളത് ഈ ഒരു ഇൻ്റർലീവ്ഡ് ട്രാൻസാക്ഷൻ അല്ലെ ഇൻ്റർലീവ്ഡ് കൺകറൻസി എന്നുള്ള കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു കൺകറൻസി കൺട്രോൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നോക്കാം. ട്രാൻസാക്ഷൻ ഡെഫിനിഷൻ: ട്രാൻസാക്ഷൻ ഈസ് ആൻ എക്സിക്യൂഷൻ പ്രോഗ്രാം ദാറ്റ് ഫോംസ് എ ലോജിക്കൽ യൂണിറ്റ് ഓഫ് ഡാറ്റാബേസ് പ്രോസസ്സിംഗ്. ഒരു ഡാറ്റാബേസ് പ്രോസസ്സിൻ്റെ ലോജിക്കൽ യൂണിറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്.
ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒന്നോ അതിലധികമോ ഡാറ്റാബേസ് ആക്സസ് ഉണ്ടാവാം. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഡാറ്റാബേസിനെ ഒന്നോ അതിലധികമോ തവണ ഈ ഒരു ട്രാൻസാക്ഷൻ ആക്സസ് ചെയ്യുന്നുണ്ടാവും. എന്താണ് ഈ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡാറ്റാബേസിലുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് തന്നെ. അതായത് ഈ ഒരു ഡാറ്റാബേസ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസേർഷൻ ആവാം, ഡിലീഷൻ ആവാം, മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവാം, അല്ലെങ്കിൽ റിട്രീവൽ ഓപ്പറേഷൻ ആവാം. ഡാറ്റാബേസിൽ നിന്നും ഡാറ്റേനെ ജസ്റ്റ് റീഡ് ചെയ്യുന്നത് മാത്രമാവാം. സോ ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഒരു ഡാറ്റാബേസ് ആക്സസ് ഓപ്പറേഷൻ്റെ അകത്ത് വരുന്നത്. ഇനി ഒരു ട്രാൻസാക്ഷൻ്റെ ബൗണ്ടറി എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അകത്ത് അതിൻ്റെ ബിഗിനിങ് എവിടെയാണ്, ട്രാൻസാക്ഷൻ എൻഡ് എവിടെയാണ് എന്ന് പറയുന്നുണ്ടാവും. ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻ്റെ ബിഗിനിങ്ങും എൻഡും മനസ്സിലാക്കുന്നത് വഴി നമുക്ക് ട്രാൻസാക്ഷൻ്റെ ബൗണ്ടറി എത്രയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഒരു ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് നോക്കാം. എന്താണ് റീഡ് ഓൺലി ഓപ്പറേഷൻസ്, എന്താണ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ. ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് ഡാറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റേനെ റീഡ് ചെയ്തെടുക്കുന്ന മാത്രമുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ റീഡ് ഓൺലി ട്രാൻസാക്ഷൻ എന്ന് പറയാം. അല്ലാത്ത ഓപ്പറേഷൻ, ഡാറ്റാബേസിൻ്റെ അകത്ത് റൈറ്റ് കൂടി നടക്കുന്ന ഓപ്പറേഷനാണ് റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ATM മെഷീൻ, ATM നമ്മൾ വിഡ്രോ ചെയ്യുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഓൾറെഡി ഒരു എമൗണ്ട് ഉണ്ട്. നമ്മൾ ATM നിന്ന് പൈസ കാർഡ് ഇട്ട് വിഡ്രോ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ബാലൻസ് എൻക്വയറി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു റീഡ് ഓൺലി ഓപ്പറേഷനാണ് നടക്കുന്നത്. നമ്മുടെ ബാങ്കിൻ്റെ സെർവറിലുള്ള നമ്മുടെ അക്കൗണ്ട് ആ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്തിട്ട് അതിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്ന് ആക്സസ് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു മാത്രം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. അല്ലാതെ അതിലൊരു മോഡിഫിക്കേഷൻ, ഒരു അപ്ഡേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ റീഡ് ഓൺലി ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി നമ്മൾ വിഡ്രോ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. വിഡ്രോ ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു 1000 റുപ്പീസ് ഉണ്ട്. ഞാനൊരു അതിൻ്റെ അകത്തുനിന്നും 100 റുപ്പീസ് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെ ഒരു 100 റുപ്പീസ് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ആവശ്യമുണ്ട്. 100 റുപ്പീസ് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു, അതിനുശേഷം 1000 എന്നുള്ളത് -100 900 ആക്കി മാറ്റണം. അവിടെ ഡാറ്റാബേസിൽ ഒരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം നടക്കുന്നുണ്ട്. സോ ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യുന്നു, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വിഡ്രോ ചെയ്ത എമൗണ്ട് അതിനകത്ത് മൈനസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം, മീൻസ് റൈറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. സോ ഒരു ബേസിക് ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ആക്സസ് ഓപ്പറേഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് റീഡ് ഐറ്റവും റൈറ്റ് ഐറ്റവും. സിംപ്ലി റീഡ് ആൻഡ് റൈറ്റ്. റീഡ് മീൻസ് ഡാറ്റാബേസിൽ നിന്ന് ആ ഒരു ഡാറ്റേനെ റീഡ് ചെയ്തെടുക്കുന്നു. റൈറ്റ്, ഡാറ്റാബേസിലേക്ക് നമ്മൾ ഒരു വാല്യൂ റൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതാണ് രണ്ട് ബേസിക് ഓപ്പറേഷൻ, റീഡും റൈറ്റും. നെക്സ്റ്റ് 2 ടൈപ്പ് ട്രാൻസാക്ഷൻ നോക്കാം. ഒന്ന് സീരിയലും ഒന്ന് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ വൺ ആഫ്റ്റർ ദ അതർ ഓർ വൺ അറ്റ് എ ടൈം ഇൻ സം ഓർഡർ ആണ് സീരിയൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് സീരിയൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി കൺകറൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരേ ടൈം തന്നെ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ സൈമിൾട്ടേനിയസ്ലി പെർഫോം ചെയ്യുന്നതിനെയാണ് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഒരു റെയിൽവേ റിസർവേഷൻ സിസ്റ്റം നമുക്ക് എക്സാമ്പിൾ നോക്കാം. റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ തത്കാലം എടുക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം തന്നെ ഒരു ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ കുറേ ധാരാളം യൂസേഴ്സ് ആ ഒരു ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു, എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. നമ്മളിവിടെ സീരിയൽ ട്രാൻസാക്ഷനാണ് യൂസ് ചെയ്തിരുന്നത് എങ്കിൽ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അയാൾ ടിക്കറ്റ് കംപ്ലീറ്റ് ബുക്ക് ചെയ്ത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനുശേഷമേ മൂന്നാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനാണ് സീരിയൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. പക്ഷേ അതൊന്നും റെയിൽവേയുടെ കേസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനകത്ത് പോസിബിൾ അല്ല. നമ്മളിവിടെ കൺകറൻറ്റ് ട്രാൻസാക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം തന്നെ ധാരാളം യൂസറിന് ആ ഒരു ഡാറ്റാബേസ്, റെയിൽവേ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുവാനും ടിക്കറ്റിനെ ബുക്ക് ചെയ്യാനും ട്രാൻസാക്ഷൻ നടത്തുവാനും പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ. ബട്ട് ഇങ്ങനെയുള്ള കൺകറൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ധാരാളം ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കൺട്രോൾഡ് മാനറിലല്ല ഈ ഒരു കൺകറൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത് എങ്കിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ പ്രോബ്ലംസ് ഉണ്ട്. റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു, കൺകറൻറ്റ് ട്രാൻസാക്ഷൻ അൺകൺട്രോൾഡ് മാനറിലാണ് നടക്കുന്നത് എന്നത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ജസ്റ്റ് ബേസിക് ഐഡിയ മനസ്സിലാക്കുക, എന്താണ് സീരിയൽ ട്രാൻസാക്ഷൻ, എന്താണ് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കാം.
ഇതൊരു സിമ്പിൾ സീരിയൽ ട്രാൻസാക്ഷനാണ്. 2 അക്കൗണ്ട് ഉണ്ട്, എ ബി. എയിൽ ഇനീഷ്യലി 1000 റുപ്പീസ് ഉണ്ട്, ബിയിൽ 500 റുപ്പീസും ഉണ്ട്. സോ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എയിൽ നിന്നും ബിയിലോട്ടേക്ക് ഒരു 100 റുപ്പീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. എ ബി ഇനീഷ്യലി 1500, എയിൽ നിന്ന് ബിയിലോട്ട് 100 റുപ്പീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻ. ഫസ്റ്റ് തന്നെ എനെ റീഡ് ചെയ്യുന്നു. എ എന്ന അക്കൗണ്ടിലുള്ള പൈസനെ റീഡ് ചെയ്യുന്നു. സോ ഇവിടെ 1000 റുപ്പീസ് വരും. എ ഈക്വൽ ടു എ മൈനസ് ബി, എ മൈനസ് 100, എയിൽ നിന്നും 100 റുപ്പീസ് മൈനസ് ചെയ്യാണ്. സോ ഇവിടെ 600 ആവും. ദെൻ റൈറ്റ് എ, അതിനുശേഷമുള്ള എയുടെ വാല്യൂ റൈറ്റ് ചെയ്യുക. ആക്ച്വലി ഈ റൈറ്റ് എ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ 1000 എന്നുള്ളത് 900 ആയിട്ട് മാറുകയുള്ളൂ. ആദ്യം റീഡ് ചെയ്യുന്നു, 100 റുപ്പീസ് മൈനസ് ചെയ്യുന്നു. ഈ റൈറ്റ് ഓപ്പറേഷൻ റൈറ്റ് എ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ അത് 900 ആയി മാറുകയുള്ളൂ. അതും ടെമ്പററി ആയിട്ടാണ് 900 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പെർമനൻ്റ് ആയിട്ട് എപ്പോഴാണ് മാറുക എന്നുള്ളത് ഞാൻ പറയാം. സോ അതിനുശേഷം റീഡ് ബി, ബിയുടെ എമൗണ്ട് റീഡ് ചെയ്യുന്നു. അത് 500 ആണ്. ബി ഈക്വൽ ടു ബി പ്ലസ് 100, എയിൽ നിന്ന് മൈനസ് 8 100 ഇവിടെ ആഡ് ചെയ്യുന്നു. ദെൻ റൈറ്റ് ബി, ഈ റൈറ്റ് ബി നടത്തുമ്പോഴാണ് ഈ 500 പ്ലസ് 100 600 ആയിട്ട് മാറുന്നത്. അതിനുശേഷം ഓപ്പറേഷൻ കമ്മിറ്റ് ചെയ്യണം. ഈ കമ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അതുവരെ ഇതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, ഒരു ടെമ്പററി സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. സോ എയിൽ നിന്ന് ബി, എ മൈനസ് 100, റൈറ്റ് എ ചെയ്ത് 900 എന്നുള്ളത് ടെമ്പററി ഒരു ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇത് പെർമനൻ്റ് ആയിട്ടില്ല. ദെൻ ബി റീഡ് ചെയ്തു, ബിയിലേക്ക് 100 റുപ്പീസ് ആഡ് ചെയ്തു. റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 600 ആയി മാറി. ഈ സമയത്തും ഇത് പെർമനൻ്റ് ആയിട്ടില്ല. കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിനുശേഷമാണ് ഈ ഒരു എമൗണ്ട് മാറിയത് പെർമനൻ്റ്ലി ഡിസ്കിൽ റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യുക ഈ ഒരു കമ്മിറ്റ് ഓപ്പറേഷന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ കമ്മിറ്റ് ഓപ്പറേഷൻ വെച്ചതിന് ശേഷം മാത്രമേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവൂ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു, റൈറ്റ് എ കംപ്ലീറ്റ് ചെയ്തു. റീഡ് എ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട്, മേ ബി സിസ്റ്റം ക്രാഷോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇഷ്യൂയോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട്, ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂയോ നെറ്റിൻ്റെ ഇഷ്യൂയോ കാരണം ഈ ട്രാൻസാക്ഷൻ ഇവിടെ ഫെയിലായി എന്ന് വിചാരിക്കുക. സോ ആ കേസിൽ എന്ത് സംഭവിക്കും? എൻ്റെ അകത്തുനിന്ന് 100 റുപ്പീസ് പോവുകയും ചെയ്യും, അത് ബിയിൽ എത്തുകയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ടെമ്പററി റൈറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കമ്മിറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഒരു ബേസിക് ഐഡിയ ട്രാൻസാക്ഷനെ പറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് എന്താണ് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള സിംഗിൾ യൂസർ, മൾട്ടി യൂസർ. ആ സിംഗിൾ യൂസർ മൾട്ടി യൂസർ ആകുമ്പോഴാണ് കൺകറൻറ്റ് ആക്സസ് വരുന്നത്. ഒരു സിംഗിൾ CPU ആണെങ്കിൽ നമ്മൾ ഇൻ്റർലീവ്ഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക, മൾട്ടി പ്രോസസ്സിംഗ് സിസ്റ്റം ആണെങ്കിൽ. സോ ആ ഇൻ്റർലീവ്ഡ് കൺകറൻസിയാണ് നമ്മൾ ഈ കൺകറൻസി കൺട്രോളിൻ്റെ അകത്ത് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ എന്താണ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ്, റീഡ് ഓപ്പറേഷൻസ്, റൈറ്റ് ഓപ്പറേഷൻസ്, റീഡ് ഓൺലി ട്രാൻസാക്ഷൻ, റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ എന്താണ്, ദെൻ എന്താണ് സീരിയൽ ട്രാൻസാക്ഷൻ, എന്താണ് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ, ആൻഡ് ഫൈനലി ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിളും. ഇനി ഈ കൺകറൻറ്റ് ട്രാൻസാക്ഷനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ആ കൺകറൻറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ അപ്കമിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.